ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ടു പ്രോ ഇൻഫിനിറ്റി. ഞാൻ ലാപ്ടോപ്പിൻ്റെ ഷോർട്സ് അല്ലെങ്കിൽ റീൽസ് ഇട്ടതിന് ശേഷം കുറേ എൻക്വയറി ഒക്കെ വന്നു. പക്ഷേ അതിനുശേഷം ഞാൻ ലാപ്പ് തൊട്ടിട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധനം വിൽക്കണ വരെ സ്ട്രീമിങ് അല്ലെങ്കിൽ ഞാൻ ആ കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ചേഞ്ച് ആക്കാൻ പറ്റില്ല. എൻ്റെ ചിലപ്പോൾ മൈൻഡ് ചെയ്യുന്നതാവില്ല, ചിലപ്പോൾ ഇമോഷണലാവും ഞാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു മെല്ലെ 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 അതിൻ്റെ യൂസ് ഒന്ന് കുറയ്ക്കാം. ഞാൻ ഗെയിമിങ് മാത്രമല്ല കേട്ടോ ചെയ്യുന്നത്. എൻ്റെ ക്ലയൻറ്റിൻ്റെ ഡീറ്റെയിൽസ്, ഞാനിപ്പോൾ പഠിക്കുന്നുണ്ട്. ഇപ്പോഴും ബോഡി ബിൽഡിങ്ങിനെ കുറിച്ചിട്ട് നോട്ട്സ് എഴുതുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, കുറേ റിസർച്ചുകൾ നടത്തുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും സിസ്റ്റത്തിലാണ് ഞാൻ ചെയ്യുന്നത്. അതുപോലെ അവരുടെ അപ്ഡേറ്റ് കാര്യങ്ങൾ, എനിക്ക് കൂടുതൽ ക്ലയൻറ്റ്സ് അപ്ഡേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കൺസിസ്റ്റൻ്റായിട്ട് മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ എന്നോട് വീക്കിലി സംസാരിക്കുന്ന ക്ലയൻറ്റുകളിൽ അവരുടെയാണ് ഞാൻ കൂടുതൽ ഫോളോ അപ്പ് ചെയ്യാറുള്ളത്. ബാക്കിയുള്ളവരൊന്നും പെർമനൻ്റ് ആയിരിക്കില്ല, അതൊക്കെ ടെമ്പററി ആയിരിക്കും. കുറച്ച് പേര് കോച്ചിങ് ചെയ്യണവർക്കൊക്കെ അറിയാൻ പറ്റിയതിനെ കുറിച്ചിട്ട് എന്നെ അവർ അത്ര ഇൻട്രസ്റ്റിലാവും അത് ചെയ്യണ്ടാവുക. ചിലർ ഈ സംഭവം എളുപ്പമാണെന്ന് വിചാരിച്ച് പറഞ്ഞ ടീമുകളൊക്കെ ഉണ്ട് ക്ലയൻസുകൾ. അപ്പോൾ എനിക്ക് വളരെ കുറവ് ഓൺലൈൻ ക്ലയൻസ് ഉള്ളൂ. പക്ഷേ എന്നോട് അത്രയും എന്താ പറയുക വിശ്വസിക്കുന്നുണ്ട് എന്നെ, അല്ലെങ്കിൽ അവരുടെ ഒരു രീതി നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ എനിക്ക് അവരെ വിശ്വാസമായി കഴിഞ്ഞാൽ പിന്നെ അവരെ നല്ല രീതിയിൽ എനിക്ക് കെയർ ചെയ്യാൻ പറ്റും. എപ്പോൾ ചിലഎടുക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് വളരെ കുറവാണ് അങ്ങനത്തെ ക്ലയൻസുകൾ. ബാക്കിയുള്ളവരിനൊക്കെ ഞാനിങ്ങനെ ഒരു മെസ്സേജ് വരുമ്പോൾ ഞാൻ റിപ്ലൈ കൊടുക്കുക, അത്ര തന്നെ ഉള്ളൂ. പക്ഷേ എന്താ പറയുക, അത് ഒരു പ്രത്യേക ഫീലാണ്. കോച്ചിങ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും അതിനെക്കുറിച്ചിട്ട്. എൻ്റെ രീതികൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എനിക്ക് കൺസിസ്റ്റൻ്റായിട്ട് ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറയണവരോടാണ് ഞാൻ കൂടുതൽ നീതി പുലർത്തുക. അതുപോലെ തന്നെ അപ്പോൾ അങ്ങനത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളും അവരുടെ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ എനിക്കൊന്ന് അനലൈസ് ചെയ്യാൻ ഞാൻ ലാപ്പാണ് ഉപയോഗിക്കുക. കൂടുതൽ വാട്സപ്പ് വഴിയാണ് ഡീറ്റെയിൽസൊക്കെ എനിക്ക് കിട്ടാറുള്ളത്. ലാപ്പിലായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഒന്നും കൂടി ഞാൻ അവർക്കുള്ള ഡയറ്റ് പ്ലാൻ ആയാലും വർക്കൗട്ട് പ്ലാൻ ആയാലും അവർ വായിക്കുന്ന വോയിസ് ആണെങ്കിലും അവർക്ക് തരുന്ന പ്രോഗ്രസ് ഫോട്ടോസ് ആണെങ്കിലും ഞാൻ കമ്പയർ ചെയ്തിട്ട് ഒരു ഏകദേശം ഐഡിയ എത്തുക, ഒരു മൈൻഡ് സെറ്റ് അടക്കം മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ അതിനൊക്കെ എനിക്ക് എൻ്റെ സിസ്റ്റം സഹായിച്ചിട്ടുണ്ട്. കുറച്ചും കൂടി എളുപ്പമാണ് കാര്യങ്ങൾ. ഇനിയിപ്പോൾ എനിക്ക് വരാൻ ഞാൻ ഫേസ് ചെയ്യാൻ പോണ പ്രശ്നം എന്ന് വെച്ചാൽ വലിയ കാര്യമൊന്നുമല്ല, ഫോണിലായിരിക്കും ഞാൻ ഇനി അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു സ്ട്രെസ് ഉണ്ടായിരിക്കും. പക്ഷേ അത് കുറച്ച് കഴിഞ്ഞാൽ അഡാപ്റ്റ് ആയിക്കോളും. നമ്മൾക്ക് എന്തിനും അഡാപ്റ്റ് ആവാൻ പറ്റും നമ്മൾ ഹ്യൂമൻസിന്. പക്ഷേ നമ്മളത് എന്താ പറയുക വിചാരിക്കണം. നമ്മൾ ഇറ്റ്സ് ഓക്കെ, നമ്മളെ കൊണ്ട് പറ്റും, അല്ലെങ്കിൽ നമ്മൾക്ക് ഇതും അതിജീവിക്കാൻ പറ്റും, എന്ത് കാര്യം സർവൈവ് ചെയ്യാൻ പറ്റും. ഇന്നെ തന്നെ പിടിച്ച് വാശി പിടിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ പ്രശ്നങ്ങൾ വരിക. അപ്പോൾ ഞാനിപ്പോൾ 30s എനിക്ക് വന്ന ചിന്തകൾ ഇതൊക്കെയാണ്. എനിക്ക് എന്ത് കാര്യങ്ങളും ഫേസ് ചെയ്യാനുള്ളൊരു മനോധൈര്യം വന്നു, എനിക്ക് സ്ട്രോങ് ആവാൻ പറ്റി. എന്ത് കാര്യങ്ങളും ഫേസ് ചെയ്യാനുള്ളൊരു അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ട് ആക്ട് ചെയ്യാൻ എനിക്ക് നല്ല രീതിയിൽ പറ്റുന്നുണ്ട്. നോ പറയേണ്ടടുത്ത് നോ പറയാനും പഠിച്ചു. ഇതൊന്നും എനിക്ക് 20s ഉണ്ടായിരുന്നില്ല. 20s ഞാൻ എന്താ പറയുക എടുത്തുചാട്ടക്കാരനായിരുന്നു, മുൻകോപിയായിരുന്നു. ആര് പറഞ്ഞാലും അങ്ങോട്ട് കേൾക്കാൻ അതിപ്പോഴും ഇല്ല. എന്നാലും അവർ ഇപ്പോൾ ഒരാളെന്നോടൊരു കാര്യം പറഞ്ഞാൽ ക്ഷമയോടെ കേൾക്കാനുള്ളൊരു എബിലിറ്റി എനിക്ക് കുറവായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ ഇപ്രാവശ്യം അതും കൂടി പഠിച്ചു, അക്സെപ്റ്റ് ചെയ്യാൻ പഠിച്ചു ലൈഫിൽ ഓരോ കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോൾ ഞാൻ നോർമലി ചെയ്യാറുള്ളത് പെട്ടു, എനിക്കിനി ഗെയിമിങ് ചെയ്യാൻ പറ്റില്ല, എൻ്റെ വരുമാനം എനിക്ക് 5 കൊല്ലമായി യൂട്യൂബിൽ എനിക്ക് വരുമാനമൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പോൾ അടുത്താണ് ഒരാൾ ഗൂഗിൾ പേയിൽ സൂപ്പർ ചാറ്റ് ചെയ്തത്, അതാരാന്ന് അറിയാൻ പറ്റും, കണ്ടവർക്ക് അറിയാൻ പറ്റും. എനിക്ക് അത്ര വ്യൂസൊന്നും ഇല്ല ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് സ്ട്രീം ചെയ്യുമ്പോഴൊന്നും. എന്നാലും ഞാൻ ഹാപ്പിയാണ്. ചെറിയൊരു സർക്കിളാണ്, പക്ഷേ എല്ലാവരുമായിട്ട് ഞാൻ നല്ല രീതിയിൽ അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്, എനിക്ക് വന്നവരൊക്കെ ആയിട്ട്. അപ്പോൾ അതാണ് എനിക്ക് കിട്ടിയ ആകെ ഒരു വരുമാനം യൂട്യൂബിൽ നിന്ന് 250 റുപ്യ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വിഷമം എന്ന് പറയണത് ഞാൻ 5 കൊല്ലം ഉണ്ടാക്കിയ ഒരു സബ്സ്ക്രിപ്ഷനാണ്, സബ്സ്ക്രൈബേഴ്സാണ് 3500. അപ്പോൾ അത് പോവാണ്ടിരിക്കാൻ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂട്യൂബ് ആക്റ്റീവ് ആക്കേണ്ടി വരും.
എനിക്കറിയാം യൂട്യൂബ് എന്ന് പറയുന്നത് ഒരു ചെറിയ ചില്ലറ കാര്യമല്ല, 24 അവർ ജോബാണ്. പക്ഷേ ഞാൻ അതിനുള്ള സമയം വെച്ചിട്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ പോണത് ഗെയിമിംഗ് ഇല്ലാത്തതുകൊണ്ട് ഫിറ്റ്നസ് കണ്ടൻ്റ് ആവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. യൂട്യൂബ് ചാനൽ ആക്റ്റീവ് ആവാനും പിന്നെ എനിക്കറിയുന്ന എൻ്റെ നോളജ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ എൻ്റെ വർക്കൗട്ട് പാറ്റേൺ രീതികൾ അതുപോലൊരു സീരീസ് പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങൾക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാം. ഞാനത് സ്വീകരിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് തിങ്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ള ഡിവൈസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എക്സ്ട്രാ കാശൊന്നും ചിലവാക്കൊന്നുമില്ല. കാരണം ഞാൻ ഒരുപാട് ഇലക്ട്രോണിക്സ് ഐറ്റത്തിന് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. സ്മാർട്ട് ഫോണ്, ലാപ്ടോപ്പ്, അതുപോലെ ആക്സസറീസുകൾ. എനിക്ക് എന്താ പറയുക, ഒരു പെർഫെക്ഷൻ വരുത്താൻ ഞാൻ എപ്പോഴും ശ്രമിക്കും. പക്ഷേ അതൊക്കെ ഞാൻ ചെയ്യണത് EMIയിലൂടെയും ഫിനാൻഷ്യലി ക്യാപ്പബിൾ അല്ലാത്തതുകൊണ്ടല്ല, EMIയിലൂടെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതെനിക്ക് ഭാവിയിലേക്ക് ഒരുപാട് പ്രശ്നമായി. കാരണം ഒന്നിൻ്റെ മേലെ ഒന്നൊന്നായിട്ട് വരുമ്പോൾ അത് പ്രശ്നമായി. പിന്നെ എനിക്ക് വന്നൊരു പ്രശ്നമാണ് ഈ സോഫ്റ്റ്വെയറുകളില്ലേ, ആപ്സുകൾ വഴി ലോൺ എടുക്കണത്. അതും ഞാൻ ഈ കൊല്ലം മാക്സിമം നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ക്രെഡിറ്റ് കാർഡിൽ ഉപയോഗിക്കൽ, അതൊക്കെ ഞാൻ ഈ കൊല്ലം മാക്സിമം കുറച്ചേക്കാണ്. അതിൻ്റേതായൊരു കംപ്രഷൻ ഉണ്ട് ലൈഫിൽ, ഒരു പ്രഷറുണ്ട് എനിക്ക് മൊത്തത്തിൽ. പക്ഷേ എനിക്കത് തരണം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓവർ തിങ്ക് ആവുന്നില്ല. പക്ഷേ എനിക്ക് ഇന്നലെ ഉറക്കം കിട്ടിയിട്ടില്ല. ഞാൻ വിചാരിച്ചു ദൈവം ഞാൻ ഓവർ തിങ്ക് ചെയ്യണോ. അപ്പോൾ ഓവർ തിങ്ക് അല്ല എനിക്കത് ഉണ്ടായത്. ഞാൻ എൻ്റെ സിന്യൂട്രി ഗ്ലോബലിൻ്റെ പ്രീ വർക്കൗട്ട് കഴിഞ്ഞു. അവർ അയക്കാൻ പറഞ്ഞിട്ട് അയച്ചിട്ടില്ല, അതെന്തായാലും ആവട്ടെ. അപ്പോൾ ഞാൻ ഇന്നലെ എടുത്തത് ഗ്യാസ്ബെറിയുടെ പ്രീ വർക്കൗട്ടാണ്. അപ്പോൾ അതിലൊരു 100 mg കഫൈൻ ഉണ്ട്. അപ്പോൾ എനിക്ക് ഉറപ്പായി, കുടിക്കുമ്പോഴേ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഉറക്കം പോകുന്നുള്ളത്. പക്ഷേ 100% അങ്ങനെ തന്നെയായി. പിന്നെ എൻ്റെ ഭാര്യയും കുട്ടി ഇപ്പോൾ ഇവിടെ ഇല്ല, അവർ ആളുടെ വീട്ടിൽ പോയിക്കാണ്, തിങ്കളാഴ്ച വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെയും ഉറക്കില്ല. എനിക്ക് പണ്ട് എന്ന് പറഞ്ഞാൽ അവരൊന്ന് പോയൊക്കെ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുമായിരുന്നു എന്നൊരു ചിന്താഗതി എനിക്ക് ചെറിയ തോതിലുണ്ടായിരുന്നു. പക്ഷേ അവർ പോയ അടുത്ത ദിവസം തൊട്ടിട്ട് എൻ്റെ മൈൻഡ് മാറും. എനിക്ക് അവരില്ലാണ്ട് പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് എത്തി തുടങ്ങി. എന്താ പറയുക, ഒരു ഫാമിലി മാൻ അല്ലെങ്കിൽ തന്തവൈബ് എന്നൊക്കെ പറയാം. ഇതാണോ തന്തവൈബ് എന്ന് എനിക്കറിയില്ല. ചില കാര്യങ്ങളിൽ ഞാൻ മാറ്റം വന്നു തുടങ്ങി. കുട്ടികളെന്ന് പറയുന്നുണ്ട് പെരുമാറ്റത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട്, ഒരു തന്തവൈബൊക്കെ വരുന്നുണ്ട് ചേട്ടാ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനും എൻ്റെ 20s തന്തവൈബ് എന്നൊക്കെ പറഞ്ഞ് കളിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊരു വലിയൊരു പ്ലസ് പോയിൻ്റാണ് നമ്മുടെ ലൈഫിൽ. അപ്പോൾ ഞാനെല്ലാം പോസിറ്റീവായിട്ട് എടുക്കുന്നു തന്നെ. അപ്പോൾ എനിക്ക് വലിയ കുഴപ്പം തോന്നുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോണ കാര്യങ്ങളെന്ന് വെച്ചാൽ വർക്കൗട്ട് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് ബാക്ക്, റയർ ഡെൽറ്റ്, ഫോർ ആം ആപ്സ് വർക്കൗട്ടാണ്. ആക്ച്വലി ഇന്നലെ ഞാൻ ചെയ്തത്, ഞാൻ റീൽസ് ഇടുന്ന എൻ്റെ ഓരോ ദിവസത്തെ വർക്കൗട്ടുകൾ റീൽസ് ഇടുന്നതാണ് കേട്ടോ. എനിക്ക് വോയിസ് ഓവർ ചെയ്യണമെന്നുണ്ട്, ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ ഒരു എൻ്റെ ഒരാഴ്ചത്തെ ഫുൾ വർക്കൗട്ട് ഞാൻ വോയിസ് ഓവർ ചെയ്തു ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടല്ലോ വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ യൂട്യൂബിൽ ജിം ബ്ലോഗായിട്ട് ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നതായിരിക്കും. എനിക്ക് പറ്റാവുന്ന സമയം കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാൻ, നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത്, എങ്ങനത്തെ കണ്ടൻറ്റാണ് ഇടേണ്ടത്, നിങ്ങൾക്ക് ഉപകാരമായിട്ട് തോന്നുന്നത് അത് പറഞ്ഞാൽ അതുപോലെ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ആസ് ആൻ അത്ലറ്റ്, കോമ്പറ്റേറ്റീവ് ബോഡി ബിൽഡർ, ജിം ഓണർ ആണെങ്കിലും 2 കാര്യങ്ങൾ എനിക്ക് ട്രൈ ചെയ്യാൻ പറ്റും നിങ്ങളുടെ മുന്നിൽ. ഒന്ന്, ഒരു ജിം ഓണർ ആവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു ജിമ്മ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജിമ്മ് എന്താ പറയുക റൺ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിനെന്തൊക്കെ വേണം, മിനിമം എന്തൊക്കെ വേണം, റിക്വയർമെൻറ്റുകൾ, അല്ലെങ്കിൽ എന്താണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എനിക്കെവിടെയാണ് തെറ്റ് പറ്റിയത് എന്നൊക്കെ എനിക്ക് ആ രീതിയിലൊരു വീഡിയോസൊക്കെ ഇടാൻ പറ്റും, ആ രീതിയിലുള്ളൊരു സീരീസ് ഇടാൻ പറ്റും. പിന്നെ ഒരു 34 വയസ്സായ ഞാൻ ബോഡി ബിൽഡിങ് ചെയ്യുന്നു. പണ്ട് ചെയ്ത തെറ്റും ഇപ്പോൾ ചെയ്തതും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, ഞാൻ ഇത്ര കൊല്ലത്തിൽ മാറ്റം വരുത്തിയത്, എന്തൊക്കെയാണ് ഞാൻ ഇതിൽ നിന്ന് പഠിച്ചത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റും. അപ്പോൾ അങ്ങനത്തൊക്കെ ആയിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വ്ളോഗ് പോലെ. ഇനി തന്നെയാണോ വ്ളോഗെന്ന് എനിക്കറിയില്ല. വ്ളോഗിങ് എന്ന് വെച്ചാൽ എന്താണെന്ന് എനിക്കൊരു പിടിയില്ല. പക്ഷേ
ഞാൻ വിശ്വസിക്കുന്നതൊക്കെയാണ് വ്ളോഗ് എന്നുള്ളത്. അതെ, അപ്പോൾ ഞാൻ ഇന്നെടുത്ത തീരുമാനങ്ങളിലൊന്നാണ് നേരത്തെ എണീക്കണം, കുളിക്കണം. സ്റ്റാഫ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ജിമ്മിൽ പോകാത്തത്, അല്ലെങ്കിൽ 6 മണിക്ക് തുറക്കേണ്ടതാണ്. ഇനി സ്റ്റാഫുകളൊന്നും ചിലപ്പോൾ അവർ പുറത്തേക്ക് ജോലിക്ക് പോകണം, എനിക്ക് ഇതേപോലെ ഒരു നല്ലൊരു ക്വാളിറ്റി സ്റ്റാഫുകൾ 2 പേരെ കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ തന്നെ നോക്കേണ്ടി വരും ജിമ്മ്. അപ്പോൾ ഇത് ചെയ്ത് ശീലിച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ സമയത്തേക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ ആ രീതിയിൽ ചിന്തിച്ചിട്ട് ഞാൻ കാലത്ത് കഴിഞ്ഞിട്ട് കാര്യങ്ങൾ ചെയ്യണു. ഇപ്പോൾ വ്ളോഗ് ചെയ്യാനൊക്കെ സമയമുണ്ട്. അപ്പോൾ ഞാൻ മോർണിംഗ് കഴിക്കണ ഭക്ഷണം എന്ന് പറയണത് ഒരു ഷെയ്ക്കാണ്. ഇപ്പോൾ ഞാൻ ബൾക്കിംഗ് ഫേസിലാണ്. അപ്പോൾ ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളത് 100 ഗ്രാം ഡ്രൈ ഓട്സ്, 300 ml പാല്, വാട്ടർ ആവശ്യത്തിന്, തേനിട്ടില്ല, എനിക്കിന്ന് ഇടാൻ തോന്നിയില്ല എന്താവോ. അപ്പോൾ പിന്നെ 100 ഗ്രാം മാസ്ക് ഗെയിനർ. എൻ്റെ കയ്യിൽ മാസ്ക് ഗെയിനർ ജിമ്മിൽ സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട്. അപ്പോൾ വിറ്റ് പോകാത്തതുകൊണ്ട് ഞാൻ തന്നെ എടുത്തു. അപ്പോൾ അതൊരു 100 ഗ്രാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽസും കാലോറീസൊക്കെ ഞാൻ മാക്രോസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോയിൽ കൊടുക്കാം. അപ്പോൾ ഇത് കഴിഞ്ഞ് ഞാനൊരു ഏകദേശം ഒരു 2-3 മണിക്കൂർ വെയിറ്റ് ചെയ്യും. എന്നിട്ട് ഇന്നലെ ഞാൻ ഉണ്ടാക്കിയത്, ഇന്നലെ അമ്മ എനിക്ക് ഉണ്ടാക്കി തന്നത് ഒരു ബിരിയാണി ടൈപ്പ് ഫുഡാണ്. അപ്പോൾ ഞാനത് ആവശ്യത്തിന് ഇന്നലെ എത്തിച്ചിട്ടുണ്ട്. ബാക്കി കുറച്ചിരിക്കുന്നുണ്ട്. അത് ഇന്നത്തേക്ക് കവർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. കവർ ചെയ്തിട്ടില്ലെങ്കിൽ അമ്മയോട് ഞാൻ പറഞ്ഞു ഞാൻ തന്നെ കുക്ക് ചെയ്യാം, ഞാൻ സെറ്റാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും വേണമെങ്കിൽ വ്ളോഗായിട്ട് ഇടാം. അപ്പോൾ എനിക്ക് സ്പെഷ്യലായിട്ട് കണ്ടൻറ് ഉണ്ടാക്കാറില്ല, പക്ഷേ ഞാൻ ജീവിതത്തിൽ പോകുന്ന കാര്യങ്ങൾ കണ്ടൻറ്റായിട്ട് ഇടാം എന്ന് വിചാരിക്കുന്നു. അത് തന്നെയാണ് വ്ളോഗ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത് എൻ്റെ ലാപ്ടോപ്പിൻ്റെയും മോണിറ്ററിൻ്റെയും കീബോർഡിൻ്റെയും നമ്മുടെ സാധനങ്ങളുടെ മുന്നിലാണ്. ഞാൻ ആ റീൽസ് എടുത്ത ശേഷം ഒന്ന് എൻ്റെ ഡിവൈസിനൊക്കെ ഒന്ന് തലോടി ഒരു ദീർഘശ്വാസം വിട്ടു. ഇനിയും നമ്മൾ തിരിച്ചു വരും എന്ന് മനസ്സിൽ പറഞ്ഞ് ഞാൻ നമ്മുടെ അടുത്ത ചാപ്റ്ററിൽ പറഞ്ഞു. അല്ലാണ്ട് അത് ആലോചിച്ച് വിഷമിച്ച് അയ്യോ എൻ്റെ ലൈഫ് പോയി, ഇനി എന്താ ഫ്യൂച്ചറിൽ ഇത്ര കഷ്ടപ്പെട്ട് എത്തിച്ചാണ് എനിക്ക് വ്യൂസ് പോയി, ഞാൻ ഷോർട്ട് ലൈവ് ഇട്ടിട്ടാണ് കുറച്ച് വ്യൂസ് കിട്ടിയത്, അല്ലെങ്കിൽ ലൈവ് സ്ട്രീം ചെയ്തിട്ടാണ് വ്യൂസ് കിട്ടിയത്, ഇത്രയും കാശ് കളഞ്ഞിട്ട് സ്റ്റീമിൽ നിന്ന് ഓരോ ഗെയിംസൊക്കെ വാങ്ങിയിട്ട് അതൊക്കെ അവിടെ വെറുതെ കെടുക്കാണല്ലോ, ഞാൻ എന്ത് ചെയ്യും? അതൊന്നും ഞാൻ ചിന്തിച്ചില്ല. പക്ഷേ പഴയ ഞാനായിരുന്നെങ്കിൽ അതൊക്കെ ചിന്തിച്ച് ഓവർ സ്ട്രെസ് ചെയ്ത് വീണ്ടും ടെൻഷൻ അടിച്ച് ആപ്പുകളിൽ ലോണൊക്കെ തപ്പി ഓരോ കടകളിൽ പോയിട്ട് EMI ഉണ്ടോ, EMI ചെക്ക് ചെയ്യാൻ പറ്റുമോ, എത്ര അടയ്ക്കാൻ പറ്റും, അതൊക്കെ ചെക്ക് ഉള്ളതൊക്കെ നുള്ളി പുറകെ കൊടുക്കുന്ന ഒരാളായിരുന്നു ഞാൻ. അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്നു. അത് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് തോന്നുന്നുണ്ട്. ഞാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലൊരു പ്രോഗ്രസ് വന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഞാനിപ്പോൾ ചിന്തിക്കുന്നത് എനിക്കൊരു സാമ്പത്തികമായിട്ട് സ്വന്തമായിട്ട് ഇത്ര തുക വന്നാൽ ഞാൻ വീണ്ടും ഗെയിമിംഗ് സെറ്റപ്പ് സെറ്റാക്കും എന്ന് മൈൻഡിൽ വെച്ചിട്ടുണ്ട്. എടുത്ത് ചാടിയിട്ട് ലോൺ എടുക്കാനുള്ള പരിപാടിയൊന്നും ഞാൻ ചെയ്യുന്നില്ല. ഞാനിത് വ്ളോഗിങ്ങിലൂടെ കൂടി പറയണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യാണ്ടിരിക്കാനാണ്. മനസ്സിൽ പറഞ്ഞത് ഇതാരും അറിയില്ല. ഇതാവുമ്പോൾ നിങ്ങളല്ല പറഞ്ഞ് കാശൊക്കെ ആയിട്ട് ഇത് ചെയ്തല്ലോ എന്നൊരു ചോദ്യം വരും. അപ്പോൾ എനിക്ക് നിങ്ങളെങ്ങനെയെങ്കിലും ഒന്ന് എന്താ പറയുക പേടിക്കാം എന്നും പറയാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ ചിന്തിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ഞാൻ ഈ ഷേക്ക് കുടിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യും. ഓട്സിൻ്റെ ഡൈജഷൻ എനിക്ക് തോന്നുന്നു 2 മണിക്കൂറിൻ്റെ ഉള്ളിലാണെന്ന് തോന്നുന്നു. അത് 180 മിനിറ്റ്സ് ആണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാനൊരു 2-2.5 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് ഇനി എനിക്ക് തലേദിവസത്തെ ഭക്ഷണമുണ്ട്. എനിക്ക് അമ്മ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിനി അമ്മോട് ഞാൻ ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഇന്ന് തന്നെ ഉണ്ടെങ്കിൽ ഇന്ന് പെൻഡിങ് അല്ലെങ്കിൽ ഇന്ന് ഫുള്ള് ഭക്ഷണം എത്തിച്ച് കഴിഞ്ഞാൽ ഒന്നും ചെയ്യില്ല. നാളെ ആണെങ്കിൽ നാളെ രാവിലെ ആയിരിക്കും ഞാൻ കുക്ക് ചെയ്യാൻ പോണത്. അപ്പോൾ അതും ഞാൻ വ്ളോഗിങ് ആയിട്ട് ഇടുന്നതായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ വൈഫും കുട്ടിയൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ വൈഫ് ഉണ്ടായിരുന്നെങ്കിൽ അവൾ 7 മണിക്കാണ് ഏകദേശം എണീക്കുക. അപ്പോൾ അവളെ എണീക്കണായിട്ട് മുന്നേക്ക് കുക്ക് ചെയ്ത് വെക്കണം എന്നൊരാഗ്രഹമുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ ഷേക്ക് കുടിക്കുന്നു, 2.5 മണിക്കൂർ 3 മണിക്കൂർ വെയിറ്റ് ചെയ്യുന്നു, വർക്കൗട്ട് ചെയ്യാൻ പോകുന്നു. ഏകദേശം ഇപ്പോൾ 7:30 അപ്പോൾ ഒരു 8:30, 9:30, 10:30 ഏകദേശം 10:30 ആകുമ്പോഴേക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ആ സമയത്ത് എന്തുകൊണ്ട് ചെയ്യുന്നത് വെച്ചാൽ നല്ലൊരു വൈബുണ്ട്, നല്ലൊരു ലൈറ്റിംഗ് ഉണ്ട്, വീഡിയോ എടുക്കാൻ നല്ലതാണ്. ഫോൺ ചുട്ട് പഴുക്കും, അത് വേറെ കാര്യം, പക്ഷേ നമുക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ അതാണ് അങ്ങനെ ട്രൈ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ വർക്കൗട്ടിൽ കാണാം.